ആമേൻ. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് 99 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തനായ യഹോവയാണ്. ഞാൻ ആരാണ്? സർവശക്തനായ യഹോവ. ഹല്ലേലൂയ. അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2-3 ഭാഗങ്ങളിൽ ആമേൻ അവന്റെ സർവശക്തിയെ കുറിച്ച് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സർവശക്തനായ ദൈവമാണ്. 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഒരാമേൻ പറഞ്ഞ്. എൽ ശദ്ദായിയായി, ഓൾമൈറ്റിയായി, സർവശക്തനായി അബ്രഹാമിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം അവനോട് ദൂത് പറയുക, എനിക്ക് നിന്നെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. എത്ര പേര് ആ ദൂതൊന്ന് പിടിക്കും ഈ പകലിൽ? നിന്നെ വർദ്ധിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. എൽ ശദ്ദായിയായ അവൻ സർവശക്തനായ ദൈവത്തിനല്ലാതെ ഈ പകലിൽ നിന്നെ വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ദൈവം എന്റെ ദൈവമാ. അവൻ കൂട്ടുകാരിൽ പരമായി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഈ പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് വർധനയുടെ ഒരു അളവ്? എൽ ശദ്ദായി നിന്നെ വർദ്ധിപ്പിക്കുക. ആമേൻ. എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾ നട്ടപ്പോഴും 12 കൊട്ടയായിരുന്നു, ഞങ്ങൾ പറിക്കുമ്പോഴും 12 കൊട്ട മതി എന്ന് പറയുന്നവരോടുള്ള ദൂത. ഈ ലോകത്തെ ആർക്കും നിനക്ക് വർധനവ് തരാൻ പറ്റത്തില്ല കുഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ വർധനവ് കൊടുത്ത ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ബൈബിളിൽ വിളിച്ചു പറയുന്നു, ആമേൻ, ദൈവത്തിന് കഴിയാത്തൊരു കാര്യമുണ്ടോ? കാരണം അവന്റെ പേര് എൽ ശദ്ദായി എന്ന, സർവശക്തൻ എന്ന. വിശ്വസിക്കുന്ന ആമേൻ പറ. അബ്രഹാമിനോട് പറയാ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പ്രായം 99, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സാറായുടെ പ്രായം എത്ര? ഏകദേശം 90 വയസ്സ്. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഞാൻ നിനക്ക് തലമുറ തരും. വെറും തലമുറയല്ല. അബ്രഹാമിനെ വിളിച്ച് വെളിയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കുഞ്ഞെ നിനക്ക് എണ്ണാവോ? അബ്രഹാം മനസ്സിൽ പറഞ്ഞു കാണും, അല്ലെ ഉറക്കെ പറഞ്ഞു കാണും, എന്റെ ജനിച്ച നാള് മുതൽ എണ്ണി തുടങ്ങിയിട്ട് തെറ്റിപ്പോകുമല്ലാതെ ഇതിനെ തീർക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറയുക, എൽ ശദ്ദായി പറയുന്നു, ആമേൻ, നീ വിശ്വസിക്കണം, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കുന്ന എങ്ങനെ? സാധാരണ വർധനയല്ല. ആകാശത്തിലെ നക്ഷത്രം പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. വിളിച്ചു പറയട്ടെ, പകലിൽ നീ ആരെ ആരാധിക്കുന്ന ദൈവം എൽ ശദ്ദായിയാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ നിന്നെ വർദ്ധിപ്പിച്ച അതിന് കണക്കും കയ്യും കാണത്തില്ല കുഞ്ഞെ. ഒരു നെല്ലിക്ക ചാക്ക് പൊട്ടിച്ചിടുന്നതിനും അപ്പുറമായിട്ട് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ എൽ ശദ്ദായിയായ ദൈവത്തിന് ഈ പകലിൽ സാധിക്കും. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ ദൈവത്തിന് സ്തോത്രം പറയും? 99-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിക്കാൽ പോലും കാണാൻ വകയില്ലാതിരിക്കുമ്പോൾ വർദ്ധിപ്പിക്കുന്നു. പറയാനും അത് ചെയ്തു കൊടുക്കുവാനും പ്രാപ്തിയുള്ള ദൈവത്തെയാണ് ഞാൻ നീ സേവിക്കുന്നതാണ്. ഈ പകലിന് വെറുതെ ഈ സന്ദേശം കേട്ടിട്ട് ഇതിൻ്റെ അകത്തൊന്നും ഇറങ്ങിപ്പോകരുത് കുഞ്ഞെ. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. ആ ശക്തി, ആ കഴിവ്, അതിനൊരു പരിമിതിയില്ല. ഒരു സാധ്യതയുമില്ലാതെ ഇരിക്കുമ്പം പറയാം, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ചുമ്മാ ഒരു തലമുറ കൊടുക്കുമെന്ന് പറഞ്ഞ് എൽ ശദ്ദായിയായ ദൈവം, ഓൾമൈറ്റിയായ ദൈവം, സർവശക്തനായ ദൈവം അവിടെ കൊണ്ട് അവന്റെ പരിപാടി നിൽക്കുന്നില്ല. അബ്രഹാമിനെ നീ തിരിച്ചറിയാൻ പോകുക, ഞാൻ ആരാണെന്ന്. കൽദേശത്തും നിന്നെ ചുമ്മാ ഒരു പേരിന്, ഒരു രസത്തിന്, എനിക്ക് ചുമ്മാ ടൈം പാസ് ആയിട്ട് വിളിച്ചിറക്കിയതല്ല. നിന്നെ ഞാൻ വിളിച്ചിറക്കിയത് ഞാൻ സർവശക്തനാണെന്ന് തെളിയിക്കാനാണ്. മനസ്സിലാവുന്ന ആമേൻ പറയും. പകലിൽ 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് അഭിഷേകം തന്ന് നിന്നെ ദൈവവചനായി വിളിച്ചിറക്കിയത് ചുമ്മാ പേരിനല്ലത്. ചുമ്മാ പേരിനല്ല കുഞ്ഞെ, പേരിനല്ല നിന്നെ വിളിച്ചത്. ആമേൻ. വെറുതെ വർധനയല്ല. ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, സാധ്യതയില്ലാതിരിക്കുമ്പോൾ നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. God is an almighty God. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. 4-ാം വാക്യം
നീ ബഹുജാതികൾക്ക് പിതാവാകും. ഒരാമ്യം പറ. എടാ, പിതാവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? തലമുറ വേണം. അപ്പനാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന്. മനസ്സിലായോ? കുഞ്ഞുണ്ടോ? ഇല്ല. കുഞ്ഞുണ്ടാകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അതുമില്ല. അവനോട് അടുത്ത് പറയാം, നീ ബഹുജാതികൾക്ക്, ഒരു ജാതിയുടെ അപ്പനല്ല, 2 ജാതിയുടെ അപ്പൻ. എടാ, ഇത് പറയാൻ ആർക്കേ പറ്റത്തുള്ളൂ? എൽ ശദായി ആയ ദൈവത്തിന് ഈ ലോകത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറയാം, നീ 2 ജാതികൾക്ക് പിതാവാകും. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് അബ്രഹാം പിതാവായിരുന്നു. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ സഭ എന്ന് പറയുന്ന പുതിയ നിയമസഭയ്ക്ക് നമുക്കും വിശ്വാസത്തിൽ അബ്രഹാം പിതാവാണ്. എന്ന് വെച്ചാൽ എൽ ശദായി ആയ ദൈവം അബ്രഹാമിന് വേണ്ടി അവന്റെ സർവശക്തി ഉപയോഗിച്ചപ്പോൾ ചരിത്രത്തിന്റെ ഏടുകളിൽ ചരിത്രം വഴിമാറി. 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവം അവന്റെ മേൽ ചെയ്തു തുടങ്ങിയ പ്രവൃത്തിക്ക് ഒരു അവസാനം ഉണ്ടായിട്ടില്ല. ഈ അന്ത്യകാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിലും സഭയ്ക്കും നമ്മുടെയും വിശ്വാസത്തിന്റെ പിതാവായി അബ്രഹാം ഇന്നും നിലകൊള്ളുകയാണ്. അതാണ് നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന, ബൈബിൾ മുൻപോട്ട് വെക്കുന്ന എൽ ശദായി എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകത. ചരിത്രം മുൻപോട്ട് പോയാലും, ചരിത്രത്തിന്റെ കാലഗതിക്കകത്ത് നീ മറഞ്ഞു പോയാലും, അബ്രഹാമ്, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ എൽ ശദായി ഞാനാ പറഞ്ഞത്, അത് ഇന്നും നിലകൊള്ളും. തിരിച്ചറിയുന്നവർ ആമേൻ പറ. എടാ, സഭ എന്ന് പറയുന്ന മർമ്മം പോലും വെളിപ്പെടാത്ത അബ്രഹാമിന് വേണ്ടി എൽ ശദായി ആയ ദൈവം അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ അവൻ ബഹുജാതികളുടെ പിതാവ് എന്ന് പറയുന്ന ആ ടൈറ്റിൽ ഇന്നും നിലകൊള്ളുകയാണ്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഈ പകലിൽ സർവശക്തൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ പദത്തിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുന്നത്. 5-ാം വാക്യം, നിന്റെ പേര് അബ്രഹാം എന്നിരിക്കും. അബ്രാം എന്നാ നിന്നെ വിളിച്ചോണ്ടിരുന്നത്, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുക. രാമ്യം പറഞ്ഞേ. കൽദേ ദേശത്തു നിന്ന് ഇറങ്ങി തിരിച്ചവന്റെ പേര് അബ്രാം എന്നാ. പക്ഷെ എൽ ശദായി ആയ ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന്റെ പേര് ദൈവം മാറ്റി. ചുമ്മാ ഒരു ഗുമ്മിന് വേണ്ടി സ്കൂളിലൊക്കെ പിള്ളേർ പോകുമല്ലേ, മറ്റു പിള്ളേരുടെ മുമ്പിൽ പേരൊന്ന് സെറ്റാകാൻ വേണ്ടി അങ്ങനെ ഒരു രീതിയിലല്ല അബ്രഹാമിന്റെ പേര് അബ്രാം എന്നതെടുത്ത് അബ്രഹാം എന്ന് മാറ്റിയത്. അവിടെ എഴുതിയിട്ടുണ്ട് അതേ വാക്യത്തിൽ, ബഹുജാതികൾക്ക് നീ പിതാവായി തീരണമല്ലേ, അബ്രാം പോരാ, അബ്രഹാം എന്നായി തീരണം. രാമ്യം പറഞ്ഞേ. നിന്റെ പേരിന്റെ അകത്തിറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞെ, നീ പ്രസിദ്ധനല്ലായിരിക്കാം, നിന്റെ പേരിനെ നീ ശപിച്ചിട്ടുണ്ടായിരിക്കാം. എന്റെ അപ്പൻ ഈ പേരിട്ടത് കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആ ഉദേശിയുടെ മോൻ എന്നുള്ള പേര്, സ്തോത്രം, ദൈവദാസന്റെ മകൻ എന്നുള്ള പേര്, പെന്തക്കോസുകാരിയുടെ മകൾ എന്നുള്ള പേര് കൊണ്ടൊക്കെ സ്കൂളിലോ കോളേജിലോ നിനക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേര് നിനക്ക് തന്ന് നിന്നെ കൊണ്ടുവന്ന വേറെ ആരുമല്ല, അവന്റെ പേരാ സർവശക്തനായ ദൈവം. അവൻ ആ പേരിനനുസരിച്ച് നിന്നെ ചലിപ്പിക്കുന്ന ദൈവമാ. ആ പേരിനനുസരിച്ച് നിന്റെ ഭാവിയെ തിരിച്ചു വിടുന്ന ദൈവമാ. ആ പേരിനനുസരിച്ച് നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ദൈവമാ. ആമേൻ, ആമേൻ. ഇത് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ആമേൻ, സ്തോത്രം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഒരാമ്യം പറഞ്ഞേ. എടാ, 99 വയസ്സുള്ള അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം എൽ ശദായി സർവശക്തൻ അവൻ പറയുക, നിന്നിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും. ഒരാമ്യം പറഞ്ഞേ. ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, ഒരു സമൂഹം ഉണ്ടായിട്ടില്ല, ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടിട്ടില്ല, ഒരു നാട്ടുരാജ്യം ഉടലെടുത്തിട്ടില്ല. അതിനും ഇനി നൂറ്റാണ്ടുകൾ കടക്കുക, വർഷങ്ങൾ കഴിഞ്ഞാലേ ഒരു നാട്ടുരാജ്യം ഉണ്ടാകത്തുള്ളൂ. പിന്നെയല്ലേ രാജ്യമുണ്ടാകുന്നത്. രാജ്യമുണ്ടായതിനു ശേഷമല്ലേ രാജാവ് ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണേ, കാലത്തിന്റെ ഗതിക്കനുസരിച്ച് വാക്കുമാറ്റി പറയുന്ന ഒരു ദൈവമല്ല സർവശക്തനായ ദൈവം.
കാലത്തിന്റെ കുത്തരക്ക് എങ്ങനെ പോയാലും അവന്റെ വാക്കിന്റെ അകത്ത് അത് സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. രാജാക്കന്മാർ ഉത്ഭവിക്കും. ആമേൻ, ആമേൻ. അടുത്ത് പറയുന്നു 9-ാം വാക്യം, നീ നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കും. അവിടെ പറയുന്നു തലമുറ തലമുറയായി. എടാ, ഒരു കുഞ്ഞു പോലുമില്ല വാർദ്ധക്യത്തിലിരിക്കുന്നവനോട് പറയുക, ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ തലമുറ തലമുറയായി എന്നെ സേവിക്കാൻ പോകുക. മനസ്സിലായോ? എത്ര പേർക്ക് അതിന്റെ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഒരു തലമുറയുണ്ടായി, അടുത്ത തലമുറയുണ്ടായി, അടുത്ത തലമുറയുണ്ടായി. ഈ തലമുറ നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാ, അല്ലേ? ആമേൻ. രോഗങ്ങൾപ്പെട്ട തലമുറകൾ നശിച്ച് ആമേൻ ആ തലമുറയുടെ സക്സഷന് മുൻപോട്ടുള്ള അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന സാമൂഹ്യ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, രോഗപരമായ സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നതിന്റെ അകത്തുനിന്ന് എൽശദയായ ദൈവം അവരുടെ കൂടെ ഇരുന്നു. രാമ്യം പറഞ്ഞ് തലമുറ തലമുറയായി നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് എൽശദായി എന്ന. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവിടെ ഈ ദൈവം സാറായിയുടെ പേര് മാറ്റുന്നുണ്ട്. സാറായി, ആമേൻ, സാറായി എന്നാക്കി. സാറ എന്നുള്ള പേര് മാറ്റി. ആമേൻ. ഇനി സാറായി എന്നല്ല, സാറായി എന്ന് വിളിക്കും. നീണ്ടിരിക്കുന്ന സാറായുടെ പേര് കട്ട് ചെയ്ത് ചെറിയ പേരാക്കി സാറാ എന്നാക്കി. രാമ്യം പറഞ്ഞേ. എന്നിട്ട് പറയുകയാണ്, നീ സ്തോത്രം നീ പല ജാതികൾക്ക് മാതാവായി തീരും. രാമ്യം പറഞ്ഞേ. ആമേൻ. ശ്രദ്ധിക്കണേ, ഈ ദൈവം ചുമ്മാ പറഞ്ഞു വിടുന്ന വാക്കല്ല. ഇവന്റെ പേര് സർവശക്തനായ ദൈവം എന്നാ. രാമ്യം പറഞ്ഞേ. സ്തോത്രം. നമ്മൾ ചിന്തിച്ച ഭാഗം ഇത്രയേ ഉള്ളൂ. ഇവന്റെ പേര് ഇവൻ പറയുന്ന കാര്യത്തിന്റെ അകത്ത് ഉറച്ചു നിൽക്കുന്ന ദൈവമാണ്. ഞാൻ ആത്മാവിൽ പറയാം, ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ഈ ദൈവത്തെ നീ സേവിക്കുന്നത്, ഈ ദൈവത്തെ നീ പിൻഗമിക്കുന്നത്. അതുകൊണ്ട് ആ പഴയ നിയമത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അവന്റെ പേര് എൽ ശദായി. അവൻ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ആമേൻ. ഭൂമി മാറിപ്പോയാലും ആകാശം മാറിപ്പോയാലും സകലതും മാറിപ്പോയാലും അവൻ പറയുന്ന ഒരു ദൂതിന്, അവൻ പറയുന്ന ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഇരുകരവും ചേർത്തടിച്ചു പറ, എൽ ശദായി ദൈവമേ, ഈ പകലിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. അവൻ നിത്യനായ ദൈവമാണ്. രാമ്യം പറഞ്ഞേ. അവൻ ആരാണ്? നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിത്യനായ രാജാവാണ്. ആമേൻ. യെരമ്യാവ് 10 സ്തോത്രം 11 എടുത്തേ. യെരമ്യാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില്. ആമേൻ, സ്തോത്രം. യെരമ്യാവ് 10:10. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾ അവന്റെ ഉഗ്രവവും സഹിപ്പാൻ കഴിയുന്നില്ല. രാമ്യം പറഞ്ഞേ. അവിടെ എഴുതിയിരിക്കുന്നു യഹോവ, അവന്റെ പേര് എൽ ശദായി എന്ന. ആമേൻ. അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാകുന്നു. രാമ്യം പറഞ്ഞേ. അപ്പോൾ നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറയുന്നു, അവൻ ശാശ്വത രാജാവാണ്. എന്ന് വെച്ചാൽ എന്താണ്? എവർലാസ്റ്റിംഗ് കിങ് ആണ്. ആമേൻ. എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന എന്നേക്കുമായിട്ടുള്ള അവന്റെ രാജത്വത്തിന് അവസാനമില്ലാത്ത ശാശ്വതമായ ഒരു രാജാവുണ്ട്. അവന്റെ പേരാണ് എൽ ശദായി. ആമേൻ. ശാശ്വത രാജാവ് എന്ന് പറഞ്ഞാൽ അവന്റെ രാജത്വത്തിന് അവസാനമില്ല. അവനെ ഒരു രാജാക്കന്മാർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നൂറ്റാണ്ടുകളായി അവന്റെ രാജ്യം ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കുക. രാമ്യം പറഞ്ഞേ. അവൻ എത്ര വലിയ രാജ്യങ്ങൾ വന്നാലും, എത്ര വലിയ പടക്കോപ്പുകൾ ഉണ്ടായാലും, എത്ര വലിയ സൈന്യമുണ്ടായാലും, എത്ര വലിയ കുതിരച്ചേവകരുണ്ടായാലും ഇവന്റെ രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സ്വർഗീയ ദൂതന്മാരാണ്.
സേനയാണ്, അദൃശ്യ മണ്ഡലത്തിലെ സേനയാണ് അവന്റെ രാജ്യത്തെ നിലനിർത്തുവാൻ വേണ്ടി പോരാടുന്നത്. അവനാണ് നമ്മുടെ സർവശക്തൻ, അവനാണ് നമ്മുടെ ഓൾമൈറ്റി, അവനാണ് നമ്മുടെ എൽ ശദ്ദായി. ഈ പകലിൽ ഒന്ന് ആമേൻ പറഞ്ഞാട്ട്, ഏതൊക്കെ രാജ്യത്വം നിന്നുപോയാലും, ഏതൊക്കെ ഭരണം കുപ്പുകുത്തിയാലും ദൈവത്തിന്റെ ഭരണം കുപ്പുകുത്തത്തില്ല. കാരണം അവന്റെ രാജ്യത്വം നിലനിൽക്കുന്ന രാജ്യത്വമാണ്. കാരണം അതിനെ നയിക്കുന്ന രാജാവിന്റെ പേരെന്താ? സർവശക്തൻ എന്നാണ്. യെശയ്യാ പ്രവചനം 40:28 വരുമ്പോൾ എൽ ശദ്ദായിയായ ദൈവത്തെ കുറിച്ച് പറയുന്നു. അവൻ എവർലാസ്റ്റിംഗ് ഗോഡാണ്. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. രാമൻ പറഞ്ഞേ ആമേൻ. നിത്യനായ ദൈവം. ആമേൻ എന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ അർത്ഥം എന്താ? നിത്യനായ ദൈവം എന്ന് പറഞ്ഞ എന്താ? ഇവിടെ ഉണ്ടോ? രാമൻ പറഞ്ഞേ. നിത്യനായ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ദിവസവും അല്ലേ, അവസാനമില്ലാത്ത, നമ്മൾ അവസാനിച്ചാൽ അവസാനിക്കുക. നിത്യനായ ദൈവം എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവത്തെ ഇടയ്ക്ക് മാറ്റിപ്പിടിക്കേണ്ട ഗതി വരാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ യേശു മാത്രം. പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. എത്ര പേർക്ക് അതിൻ്റെ ആഴം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അവൻ കുറച്ച് നാൾ പരീക്ഷിച്ചിട്ട് ഇനിയിപ്പോൾ ഈ പുള്ളിയെ വേണ്ട, ഇനിയിപ്പോൾ തെലുങ്കാനയിലെ കമ്മം ഡിസ്ട്രിക്റ്റിലെ ഇന്ന പുള്ളിയെ ഒന്ന് പിടിക്കാമെന്ന് പറയേണ്ട ഗതികേട് വരാത്ത അത്രമാത്രം ശക്തിയുള്ള ദൈവത്തെ നീ സേവിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ദൈവമാണ്. അബ്രഹാം ഇസഹാക്കിന് കൊടുത്തു, ഇസ്ഹാക്ക് യാക്കോബിന് കൊടുത്തു, യാക്കോബ് യോസഫിന് കൊടുത്തു, അമ്മമാരെ അത് ഇസ്രായേലിന് കൊടുത്തു. ഇന്നും നിലനിൽക്കുന്ന യാഹുവേ എന്ന് പറയുന്ന എൽ ശദ്ദായി ദൈവം, അവൻ എവർലാസ്റ്റിംഗ് ഗോഡാണ്. അവന് തുടക്കമില്ല, അവൻ അവസാനമില്ല, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, അവൻ അൽഫയാണ്, ഓമേഗയാണ്. അവനെയാണ് നീ സേവിക്കുന്നത്. അവന്റെ പേര് സർവശക്തിയുള്ള ദൈവമെന്നാണ്. എനിക്കറിയത്തില്ല ഈ മെസ്സേജിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാകുന്നു. അവരെ കരമുയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ആമേൻ, സ്തോത്രം. നമ്മൾ സേവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ സ്വഭാവത്തേക്ക് പറയുന്നവൻ നിത്യനായ ദൈവമാണ്. നിത്യനായ ദൈവമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിത്യനായ ദൈവമാണ്. ഉറക്കപ്പറ, നിത്യനായ ദൈവമാണ്. കാലം മുൻപോട്ട് പോക്കോട്ടെ, കാലാവസ്ഥകൾ മാറിക്കോട്ടെ, ഭൂകമ്പം ഉണ്ടായിക്കോട്ടെ, വെള്ളപ്പൊക്കം സംഭവിച്ചോട്ടെ, ആരോഗ്യം ക്ഷയിച്ചു പോകട്ടെ, എന്നാൽ നിത്യനായി ഇന്നലെ എങ്ങനായിരുന്നു അതുപോലെ ഇന്നും, ഇന്നെങ്ങനാണോ അതുപോലെ നാളെയും, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവമുണ്ട്. അവനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മളെ ജീവപര്യന്തം സൂക്ഷിക്കുവാൻ ശക്തനാണ്. സഭാപ്രസംഗി 11:5 വരുമ്പോൾ ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ഇവനാണ് സകലത്തെ ഉണ്ടാക്കിയത്. സഭാപ്രസംഗി 11:5 വരുമ്പോൾ കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയുന്നത് പോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഒരാമയം പറഞ്ഞ് ആമേ. സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറയുന്നു, ഓൾമൈറ്റിയായ ദൈവത്തെ കുറിച്ച് പറയുന്നു, എൽ ശദ്ദായിയായ ദൈവത്തെ കുറിച്ച് പറയുന്നു. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്ന് തിരിച്ചുവിടുകയും അത് എങ്ങോട്ട് പോകുമെന്ന് അറിയുകയും ചെയ്യുന്ന സർവശക്തനായ ഒരു ദൈവം. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ പറയും കാറ്റടിക്കാനും ആമേൻ അടിക്കാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയും. കാരണം എന്താ? അടിച്ചാൽ അവർ പറയും ഞങ്ങൾ പറഞ്ഞതാണല്ലോ, അടിച്ചില്ലെങ്കിൽ പറയും അതും ഞങ്ങൾ പറഞ്ഞതാണല്ലോ. ശ്രദ്ധിക്കണം, ഇങ്ങനെ ആമേൻ കാലാവസ്ഥയ്ക്കനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല സർവശക്തനായ ദൈവം. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്ന് കൃത്യമായിട്ട് അളന്നു കുറിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ബൈബിൾ പറയുന്ന സർവശക്തനായ ഓൾമൈറ്റി ദൈവമാണ്. അടുത്ത പദം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. സഹോദരിമാരെന്ന് ശ്രദ്ധിച്ച്, സഹോദരന്മാരെന്ന് ശ്രദ്ധിച്ച്. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് രാമ്യം പറഞ്ഞേ.
ആമേൻ. ഗർഭിണിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായി. ഈ കുഞ്ഞ് വളരുകയാണ്. ആഴ്ചകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ കഴിയുന്നു, അല്ലെ, മണിക്കൂറുകൾ കഴിയുന്നു. ഇതിൻ്റെ അകത്ത് എപ്പോഴാണ് അസ്ഥികൾ ഉരുവാകുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കിടക്കുന്ന ഒരു കൊച്ചിന്റെ ശരീരത്തിൽ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇതിന്റെ കൈകാലുകൾ ആമേൻ വളരുന്നത്, തലയോട്ടി, ഇതിൻ്റെ അകത്തുള്ള എല്ലുകൾ എങ്ങനാണ്, അല്ലെങ്കിൽ അസ്ഥികൾ എങ്ങനാണ് ഉരുവായി വരുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഇല്ലേ, ഇല്ല. അനുമാനം പറയാം, ഇന്ന ആഴ്ച, ഇന്ന മാസം എന്നൊക്കെ പറയാം. പക്ഷെ കൃത്യമായിട്ട് സെക്കൻഡ് പറയുവാനും അതിനെ ആമേൻ അസ്ഥികൾ ഉരുവാക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അവനാണ് നിന്റെ ദൈവം, അവനാണ് നിന്റെ കർത്താവ്, അവനാണ് നിന്റെ രക്ഷിതാവ്. ഇതാണ് ദൈവത്തിന്റെ സർവശക്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ചുമ്മാ ബൈബിൾ പറയുന്ന ദൈവത്തിന് എൽ ഷദായി എന്നൊരു പേര് കൊടുത്ത്, എബ്രായ നാമം കൊടുത്ത്, അത് ഇംഗ്ലീഷിൽ ഓൾമൈറ്റ് എന്നാക്കി, മലയാളത്തിൽ സർവശക്തൻ എന്ന് പറഞ്ഞ്, ആ സർവശക്തൻ എന്ന് പറയുന്ന പദം കൊണ്ട് തീരുകയല്ല. ആ വാക്കിന് മുകളിലാണ് നമ്മുടെ ദൈവം. ആമേൻ. ഒരു ഡിക്ഷണറിക്കും, ആമേൻ, ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്കോ, മലയാളത്തിലെ ഏറ്റവും നല്ല ഡിക്ഷണറിയായ രാമലിംഗം ഡിക്ഷണറിക്കോ വ്യാഖ്യാനിക്കുവാൻ പറ്റുന്നതിന് അപ്പുറമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എൽ ഷദായി എന്ന പദം. തിരിച്ചറിയുന്നവർ ആമേൻ പറയണം. അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പദമാണ്, അത് നിനക്ക് വേണ്ടി ചലിക്കുന്ന പദമാണ്, അത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്ത പദമാണ്. എന്റെ ദൈവം എൽ ഷദായി ആണ്, ഓൾമൈറ്റി ഗോഡ് ആണ്. ആമേൻ. ശാസ്ത്രത്തിന് മുകളിലാണ് നമ്മുടെ ദൈവം. അതാണ് ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നതൊക്കെ അറിയുന്ന, അതിനെ ഉരുവാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയും. എന്ന് വെച്ചാൽ സകലത്തെയും ഉണ്ടാക്കുന്ന ദൈവമാണ് എൽ ഷദായി. മനസ്സിലായോ? എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തയിൽ, ലോകത്തിൽ എന്തുമായിക്കോട്ടെ, അത് മാനുഷികമായിരിക്കാം, ഭൗതികമായിരിക്കാം, ടെക്നോളജി പരമായിരിക്കാം, ഇതിനെയെല്ലാം ഉണ്ടാക്കുവാനും പുതിയതായിട്ട് നിർമ്മിക്കുവാനും കഴിവുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എഫേസ്യർ ലേഖനം 3:20 വന്ന്, എഫേസ്യർ ചാപ്റ്റർ 3:20 അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. എഫേസ്യർ ലേഖനം 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുക. ശ്രദ്ധിക്കണേ, എന്നാൽ നീ ചോദിക്കുന്നതിലും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചോദിക്കുന്നതിലും, ഉറക്കെ ഒന്ന് പറഞ്ഞേ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ആമേൻ. ഒരാമേൻ പറഞ്ഞേ. ആമേൻ. ചോദിക്കുന്നതിൽ ഉപരിയായിട്ട് ചെയ്യുവാൻ കഴിവുള്ള ഒരു ഓൾമൈറ്റി ദൈവം. ആമേൻ. നീ ചോദിക്കുന്നതിന് അപ്പുറമായിട്ട്. മനസ്സിലായില്ല. നമ്മൾ ചോദിക്കുന്നത് എന്താ? നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ പരിമിതിക്കകത്ത് നിന്നോണ്ടാ. നമ്മൾ ചോദിക്കുന്നത് എങ്ങനാ? നമ്മുടെ കഴിവിൻ്റെ അകത്ത് നിന്നോണ്ടാ. നമ്മൾ ചോദിക്കുന്നത് എങ്ങനാ? നമ്മുടെ ബുദ്ധിക്കകത്തും നമ്മുടെ പശ്ചാത്തലത്തിൻ്റെ അകത്ത് നിന്നോണ്ടാ. ബൈബിൾ പറയാം, നമ്മൾ ചോദിക്കുന്നതിലും അധികമായ ഒരാമേൻ പറഞ്ഞേ. ആ ദൈവത്തിന്റെ പേര്, അത് ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പേര് സർവശക്തനായ ഓൾമൈറ്റിയായ ദൈവം. അടുത്ത പദം, ആമേൻ, ചോദിക്കുന്നതിലും. അടുത്തത് നനയ്ക്കുന്നതിലും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നനയ്ക്കുന്നതിലും. ഉറക്കെ ഒന്ന് പറ. സ്വപ്നം കണ്ടില്ലേലും കുഴപ്പമില്ല, അതൊന്ന് പറഞ്ഞു വിട്. നനയ്ക്കുന്നതിലും. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ ഹൃദയത്തിന് ആഗ്രഹിക്കുന്നതിനപ്പുറം. ഒരാമേൻ പറഞ്ഞു. നമ്മൾ ആമേൻ ചിലതൊക്കെ ഹൃദയത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചു, പക്ഷെ ചെയ്തു വന്നപ്പോൾ ഹൃദയത്തിൽ ആഗ്രഹത്തിനേക്കാളും നല്ലതായിട്ട് അത് ചെയ്തില്ലേ? അതിന്റെ പുറകിൽ ചലിച്ചൊരു ദൈവമുണ്ട്. അവന്റെ പേരാണ് സർവശക്തനായ ദൈവം. അവന്റെ പേരാണ് ഓൾമൈറ്റി. ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിനപ്പുറം, ആമേൻ, നീ നനയ്ക്കുന്നതിനപ്പുറം. അടുത്തത് അത്യന്തപരമായി. ഒരാമേൻ പറഞ്ഞേ. അത്യന്തപരമായി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. ഒരാമേൻ പറഞ്ഞ്, നിന്നെ ചാർച്ചക്കാർ ചിലതൊക്കെ കണ്ടിട്ട് പറഞ്ഞില്ല, എടി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന്. നിങ്ങൾ പോലും അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് ചെയ്യുവാൻ നിന്നെ പ്രേരകടക്കമാക്കി നിന്റെ കൂടെ ഉറങ്ങാതെ മയങ്ങാതിരുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാ സർവശക്തൻ, അവന്റെ പേരാ ഓൾമൈറ്റി, അവന്റെ പേരാണ് എൽ ഷദായി. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തപരമായി നിനക്ക് നൽകുവാൻ കഴിവുള്ളൊരു ദൈവം അവൻ എൽ ശദായിയാണ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 9:10 വരുമ്പോൾ, യോബിന്റെ പുസ്തകം 9:10, അവൻ ആരാഞ്ഞു കൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. രാമ്യം പറഞ്ഞേ ആമേൻ. സർവശക്തനായ ദൈവം, ഓൾമൈറ്റിയായ ദൈവത്തെ കുറിച്ച് യോബ് അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക. അവൻ ആരാഞ്ഞുകൂടാത്ത എന്ന് വെച്ചാൽ ദൈവത്തിന് എത്തിപ്പെടാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയത്തില്ല എത്ര പേര് എത്രമാത്രം ആഴത്തിൽ ദൂത് ഏറ്റെടുക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് ആരായാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ലെന്ന്. നിങ്ങൾ വിമ്മിഷ്ടപ്പെടുന്നതിന് മുമ്പ്, നീ കരയുന്നതിന് മുമ്പ്, നിനക്കൊരു പോരാട്ടം വരുന്നതിന് മുമ്പ്, നീ ചില വിഷമത്തിന്റെ അകത്ത് ചേറ്റ് കുഴിക്കകത്ത് വീണ് കയറാൻ മേലാതെ കിടക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ്, നിന്റെ സാഹചര്യത്തെ അറിഞ്ഞ് അതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാനുള്ള ദൈവശക്തിയും ദൈവകൃപയും പകർന്നു തരുവാൻ, ആരാനും മനസ്സിലാക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് എൽ ശദായ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നു, വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവം. രാമ്യം പറഞ്ഞ് കരമുയർത്തി വൻകാര്യങ്ങൾ എന്ന് പറഞ്ഞ്. വൻകാര്യം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 നേരത്തിന് 4 നേരം ആഹാരം, വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ലോൺ അടഞ്ഞു പോകുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ബോംബ് പൊട്ടി പോലെ ഒരു അനുഗ്രഹം. ഒരാമയം പറഞ്ഞ് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കുന്നു. ആമേൻ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല, ഒരു പടക്കം പൊട്ടുന്ന പോലെ ഒറ്റ നിമിഷത്തിൽ, ആമേൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ കാര്യം സംഭവിച്ചു. അതുവരെ ആരാഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പേരാണ് സർവശക്തൻ. അവനാണ് ഓൾമൈറ്റി. അവനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ എൽ ശദായാണ്. അതാ വൻകാര്യം. അടുത്ത് എഴുതിയിരിക്കുന്നു 3 എണ്ണമില്ലാത്ത അത്ഭുതം. ഒരാമ്യം പറഞ്ഞ്. നിങ്ങൾ ജനിച്ച അന്ന് മുതൽ പോട്ടെ, നിങ്ങൾക്ക് ഓർമ്മ വെച്ചതാണ് മുതൽ ഇന്ന് വരെയും, അല്ലെങ്കിൽ ഈ 2024 പോട്ടെ, 2025 തുടങ്ങിയിട്ട് 2-ാം മാസമല്ലേ ആയുള്ളൂ, ഇതുവരെയും ജനുവരി 1 തൊട്ട് ദൈവം ചെയ്ത അത്ഭുതം ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അവൻ എണ്ണമില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവന്റെ പേരാണ് സർവശക്തൻ. എന്ന് വെച്ചാൽ നിങ്ങൾ എണ്ണിയാലും ഓർക്കാൻ പറ്റത്തില്ല. അടുത്തത്, എണ്ണിയാലും തീരത്തില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒരുവന് മാത്രമേ പറ്റത്തുള്ളൂ. അവന്റെ പേര് ബൈബിൾ വിളിച്ചു പറയുന്നു, അവൻ സർവശക്തനാണ്. എത്ര പേര് ഈ പകൽക്കാലം അവന്റെ മുമ്പിൽ അടിയറോട് പറയും, അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കും, അവന്റെ മുൻപിൽ അവനെ മാർവോട് ചേർക്കും, അവനെ ചേർത്ത് പിടിക്കും. കാരണം അവൻ എൽ ശദായി, അവൻ സർവശക്തൻ. അവനെ ആരാഞ്ഞുകൂടാത്ത ഒന്നുമില്ല, അവന് ചെയ്യാൻ പറ്റാത്ത ഒരു വൻകാര്യവുമില്ല. അവനെ എണ്ണമില്ലാതെ അത്ഭുതം ചെയ്യുന്നവനാണ്. കര ഒന്ന് തട്ടി അല്പനിമിഷം ഒന്ന് ആരാധിച്ച് ആത്മാവിലൊന്ന് പറഞ്ഞ്, ഈ പകലിൽ നീ എന്റെ ദൈവം, നിന്റെ പേര് എൽ ശദായ് എന്നാണെങ്കിൽ, യാക്കോബ് പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കണം? എൽ ശദായ് അനുഗ്രഹിക്കുന്ന പോലെ വൻ കാര്യങ്ങൾ ചെയ്യണം, എണ്ണിക്കൂടാതെ അത്ഭുതങ്ങൾ ചെയ്യണം. കരം തട്ടി പറ, ഈ പകലിൽ ദൈവം നിനക്ക് വേണ്ടി എണ്ണിക്കൂടാതെ വണ്ണമുള്ള അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. 115-ാം സങ്കീർത്തനം 3-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്തു വേണേലും ചെയ്തു തരാൻ സാധിക്കുന്ന ഒരു ദൈവം, അവന്റെ പേരാണ് ആമേൻ, ആമേൻ, എൽ ശദായ്. ആമേൻ, സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഇതുപോലൊരു ദൈവത്തെ ആർക്ക് കിട്ടും? ഇതുപോലൊരു ദൈവത്തെ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. ആമേൻ. ഈ പകൽക്കാലം നാം സേവിക്കുന്ന ദൈവത്തിന്റെ പേരും ആ പേരിന്റെ അർത്ഥവും ആ പേരിന്റെ ശക്തിയും ആ പേരിന്റെ അർത്ഥവ്യാപ്തിയും മനസ്സിലാക്കി വേണം അവനെ സേവിക്കാനും ആരാധിക്കുവാനും. ഇവിടെ പറയുന്നു, ഈ ദൈവത്തിന്റെ പ്രത്യേകത, എൽ ശദായ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവന് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ള എന്താ? നമ്മുടെ അനുഗ്രഹമാ.
ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താ? തൻ്റെ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താ? തൻ്റെ മക്കളുടെ സമാധാനമാണ്. ഈ പകൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് സർവശക്തനായ ദൈവം. ഈ പകലിൽ പറയണം, നീ എൽ ശദ്ദായി ആണ്, നീ സർവശക്തനാണ്, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുക കർത്താവേ. നിന്റെ ഹിതം മാത്രം സംഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം മാത്രം സംഭവിക്കട്ടെ. എൽ ശദ്ദായി നിനക്ക് വേണ്ടി അവന്റെ പ്രവൃത്തി ചെയ്തു തുടങ്ങിയിരിക്കുക. ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുള്ള കരവൊന്ന് തട്ടി അല്പസമയം ഒന്ന് കർത്താവിനെ ആരാധിച്ചെന്ന് പറഞ്ഞ് ഈ പകലിൽ ദൈവം ചിലത് തുടങ്ങിയിരിക്കുക. എൽ ശദ്ദായി ചിലത് തുടങ്ങിയിരിക്കുക. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുക. അതിന് തുടക്കമിട്ടവൻ അതിനെ അവസാനിപ്പിക്കും. അതിനെ തടുക്കുവാൻ ആർക്കും പറ്റത്തില്ല. കാരണം അത് തുടങ്ങിയവന്റെ നാമം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ആമേൻ. കരം രണ്ടും ഉയർത്തി കർത്താവ് ഒരു സ്തോത്രം ചെയ്ത്, രണ്ട് കരവും അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത്. ആമേൻ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എൽ ശദ്ദായി. ഹല്ലേലൂയ. ആമേൻ. ഞാനിങ്ങനെ വിചാരിക്കുക, അബ്രഹാമിന് ഒരു 18, ഒരു 20, ഒരു 25, പോട്ടെ ഒരു 30 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അബ്രഹാമിന് അർത്ഥം മനസ്സിലാകത്തില്ല. ശരിയല്ലേ? ആണോ? ലോട്ടറി പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഒരു 80 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുമ്പോഴത്തേന് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ യഹോവയായ ദൈവം എൽ ശദ്ദായി എന്ന് പറഞ്ഞ് ദൈവം സാക്ഷാൽ പ്രത്യക്ഷപ്പെട്ട പറയും, ഇപ്പം അതിന് വലിയ പ്രസക്തി ഇല്ലെന്ന് പറയും. ശരിയല്ലേ? കാരണം എന്താ? 80 ലക്ഷം അടിച്ചിട്ടിരിക്കുക. ഞാൻ സർവശക്തനായ ദൈവമാ, എന്തും ചെയ്തു വരാൻ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. 99 വയസ്സ് വരെ നിൽക്കേണ്ട വന്നു ദൈവത്തിൻ്റെ ഇങ്ങനൊരു വെളിപ്പാട് അബ്രഹാമിന് കിട്ടാൻ വേണ്ടി. ആമേൻ. 99 എന്ന് പറയുന്ന ഒരു നമ്പരാ. ശരീരം ബലഹീനമായി, ആമേൻ, ഗർഭപാത്രം അടഞ്ഞു. ശാസ്ത്രീയപരമായിട്ട്, ആമേൻ, ശാരീരികരമായിട്ട് പ്രസവിപ്പിക്കാനോ പറ്റാത്ത സാഹചര്യം രണ്ടുപേർക്കും. പക്ഷേ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള നിർജീവമായിട്ടുള്ള ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവം വന്നിട്ട് വെളിപ്പെടുത്തുക, ഇവിടെ എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. ആമേൻ. നിന്റെ സാഹചര്യമല്ല വിഷയം. നീ കൽദയ ദേശത്തു നിന്ന് എന്നെ നോക്കി ഇറങ്ങിയില്ലേ, ആ ദൈവത്തിന് വേറൊരു മുഖമുണ്ടെന്ന്, ആ ദൈവത്തിന് വേറൊരു സ്വഭാവം ഉണ്ടെന്ന്. അത് എൻ്റെ പേര് എൽ ശദ്ദായി, ഓൾമൈറ്റി, സർവശക്തൻ. എത്ര പേര് പകൽക്കാലം വിശ്വസിക്കും? അവർ ആമേൻ പറ. നിന്റെ സാഹചര്യത്തിന്റെ അകത്ത് ഇറങ്ങി വന്നു. സാഹചര്യത്തിൽ നിന്നെ മുക്കിക്കൊല്ലുന്ന ദൈവമല്ല, അതിന്റെ അകത്തുനിന്ന് ആർക്കും പൊക്കിയടക്കാൻ മേലാതെ നിൽക്കുമ്പോൾ എൽ ശദ്ദായിയായി, സർവശക്തനായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്.